നമ്മുടെ തക്കടുവിനെ എത്ര കുഞ്ഞിലെ കിട്ടിയതാണെന്നുള്ളത് നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് പേർക്ക് അറിയാൻ പറ്റുമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കട് എന്ന് വെച്ചാൽ ഞാൻ അധികം വളർത്തിയതും വെളിയിലിട്ടിട്ടാണ്. എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് വളർത്തി കഴിഞ്ഞാൽ വേറെ കാക്കകളുമായിട്ട് കൂട്ടുകൂടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതുങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കൊത്തിക്കൊല്ലും എന്നുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് ഫുഡ് കൊടുത്തത് മുഴുവൻ വെളിയിൽ മതിലിൽ നിർത്തിയിട്ടായിരുന്നു. ഞാൻ ഫുഡ് കൊടുക്കുന്നുള്ളത് കൊണ്ട് എൻ്റെ കുട്ടി വായും തുറന്ന് അവിടെ തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ മതിലിൽ. അപ്പോൾ അങ്ങനെ എല്ലാ കാക്കകളുടെ ഇടയിലിട്ട് വളർത്തിയത് കൊണ്ട് തന്നെ അവളും ആ കാക്കകളുടെ കൂട്ടത്തിൽ കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടി ഇപ്പോൾ പോയി തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ എന്നെ ഒരിക്കലും മറന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേശു എന്ന് പറഞ്ഞിട്ടൊരു കാക്ക, അഞ്ചലിലുണ്ടായിരുന്ന ഒരു ഏട്ടൻ്റെ അടുത്ത് കേശു എന്ന് പറഞ്ഞ കാക്കനെ എല്ലാ ആൾക്കാരും കൂടെ പബ്ലിസിറ്റി ചെയ്തു. എല്ലാ ആൾക്കാരും നല്ലോണം കേശുവിനെ അറിഞ്ഞു. പക്ഷേ എൻ്റെ തക്കുടുവിനെ പരിചയപ്പെടുത്താൻ ഈ ഉമ്മി മാത്രമേ ഉള്ളൂ. എൻ്റെ തക്കുടുവിൻ്റെയും കൊച്ചുവിൻ്റെയും കാര്യങ്ങളെല്ലാം ഒരു വീഡിയോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹാരിഷ് താലി എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹരീഷേട്ടൻ വരാമെന്നും പറഞ്ഞു. നമ്മുടെ ഈ വനമുത്തശ്ശിയുടെയൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ആളുടെ സബ്സ്ക്രൈബറും കൂടിയാണ് കേട്ടോ. എനിക്ക് കാരണം ആളുടെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. ആൾ ചെയ്യുന്ന വീഡിയോസൊക്കെ അങ്ങനത്തെയാണ്. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ഉള്ള പോലത്തെ വീഡിയോസാണ് ആൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഹരീഷേട്ടനോട് ചോദിക്കാറുണ്ട് വനമുത്തശ്ശിയുടെ കാര്യങ്ങളും അവിടെ പോണ കാര്യങ്ങളൊക്കെ ചോദിക്കും. ആളും പറഞ്ഞു തരും. അങ്ങനെ ആൾ വരാനായിട്ട് നിൽക്കുമായിരുന്നു. എപ്പോഴാണ് ഒരു ദിവസം മുഴുവൻ അതുപോലെ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് നിന്ന് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ കൊച്ചു പോണത്. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഹരിശേട്ടൻ നമ്മളെ വിളിക്കുന്നത്, ഞാൻ വീഡിയോ എടുക്കാൻ വരട്ടെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഇനി വന്നിട്ട് കാര്യമില്ല, എൻ്റെ കൊച്ചു നഷ്ടമായി എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ തക്കുടുവിനെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കുടു ഏത് സമയത്ത് വരും എപ്പോൾ പോകും നമുക്കറിയില്ല. ഒരിക്കലും അതിനെ അടച്ചു വയ്ക്കാനും കഴിയില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇനിയുള്ള പബ്ലിസിറ്റി ഇങ്ങനെ മതി, എൻ്റെ തക്കുടു എന്നും ഉമ്മയുടെ കുട്ടിയായിട്ട് തന്നെ എല്ലാവരും അറിഞ്ഞാൽ മതി എന്ന് ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ തക്കുടുവിന് ഫുൾ സപ്പോർട്ട്.